കൊടുത്തു പൈസ കൊടുത്തു. സുഭാഷേ, ഒന്നും കാണാണ്ട് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നു എനിക്ക് തോന്നുന്നുണ്ടോ? ചേച്ചി അവിടെ ഒന്ന് രണ്ട് വീട്ടിൽ ആ വീട്ടിൽ പൈസ കൊടുത്ത് അങ്ങനെ പൈസ കൊടുക്കുന്ന മോശം ആരുടെ കാനഡയിൽ പോയിട്ട് പൈസ കൊടുക്കുന്ന മോശം. പണ്ട് മുതലേ കൂടെ നിന്ന് എല്ലാവരുടെയും ഊമ്പിച്ച ചരിത്രം മാത്രമല്ലല്ലോ ഈ മൈരന്. പൈസ കൊടുക്കുന്നില്ലേ? എന്റെ മൊബൈലല്ലേ, നിങ്ങൾ അതിനോട് സംസാരിച്ചാ പോരെ, ഇപ്പൊ കിട്ടൂടാ, ഇപ്പൊ കിട്ടും. ഞങ്ങളുടെ വാർഡല്ലേ, നിങ്ങളുടെ വാടക എവിഡൻസ് പറഞ്ഞാണോ? നിങ്ങളുടെ തേങ്ങയിലെ നിങ്ങൾ ചെയ്തോളൂ. നിങ്ങൾ എന്താ അത് കൈയോടെ പൊക്കിയിട്ട് നിങ്ങളത് പറയാന്ന് വെച്ചിരിക്കായിരുന്നു. അല്ലെങ്കിൽ പറഞ്ഞ പോലെ എന്നെ തൊഴുത്തി കുത്തിയാക്കുമല്ലോ. നിങ്ങൾ എന്റെ മൊബൈലിൽ എന്റെ മൊബൈലൊക്കെ അറിയാ നിങ്ങളെന്താ വിചാരിച്ചു അതിലൊന്നും വേണ്ട. എന്റെ മൊബൈലിൽ എന്താ പറഞ്ഞത്? എന്തുണ്ടാക്കുന്നു? ആരടിക്കുന്നു? ഞാൻ ഇയാളെ അടിക്കുന്നു. ആര്? ഇയാളെ ഇവൻ ആളും ഉണ്ണയാണെങ്കിലും തന്തക്ക് പറക്കാത്തവരാ. ഞങ്ങൾക്ക് ബഹുമാനത്തോടെ ഒരു കാണാണ്. ഞാനൊരു സാധാരണ മനുഷ്യനായതുകൊണ്ട് ചെറിയ കാര്യങ്ങളിൽ സന്തോഷിക്കുകയും ചെറിയ കാര്യങ്ങളിൽ പ്രകോപിതനാകുകയും ചെയ്യാറുണ്ട്. ഇനി ഒരു വാക്കിയാൾ മിണ്ടിയാൽ ഉറപ്പായിട്ട് ഞാൻ ഇയാളെ തല്ലും. ഒരു ചെറുപ്പക്കാരൻ, ഒരു 22-23 വയസ്സുള്ള ഒരു കുട്ടി സ്വന്തം അമ്മയുടെ പ്രായമുള്ള എന്നെ നോക്കി സെക്ഷലി ഹറാസ്മെന്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ആക്ഷൻ 3 തവണ കാണിച്ചാൽ ഇതൊക്കെ ആരെങ്കിലും വിശ്വസിക്കോ? പിന്നെ വിശ്വസിക്കാണ്ട് എല്ലാവരും വിശ്വസിക്കും. കാരണം എന്താ അറിയോ, അവരൊക്കെ നമ്മളെക്കാൾ മണ്ടന്മാരാടാ. ഞാൻ കാർ നിർത്തി അവന്റെ അരികിലേക്ക് ചെല്ലണ്ട എന്നാണോ നിങ്ങൾ പറയുന്നത്? ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ, വിഡ്ഢിത്തിരെ പറയുള്ളൂ, തെണ്ടി. ഒരു കാറിൽ 2 ഗുണ്ടകളെയും കയറ്റി സ്വന്തം അമ്മയ്ക്ക് തുല്യമായിട്ട് കാണുകയും ചിരിക്കുകയും മിണ്ടുകയും ചെയ്യേണ്ട ഒരു സ്ത്രീയെ വളരെ മോശമായ രീതിയിൽ ആംഗ്യം കാണിച്ചതുകൊണ്ടാണ്. ഈ കള്ളം പറയുന്നതിനും പ്രവർത്തിക്കുന്നതിനും ഒക്കെ ഒരു ടെക്നിക്ക് വേണം. അതാദ്യം പഠിക്കണം. വളരെ മോശമായ രീതിയിൽ ബിഹേവ് ചെയ്തതുകൊണ്ടാണ് ആ കാറിനരികിലേക്ക് ഞാൻ കടന്നു ചെന്നത്. ഞാൻ തീർച്ചയായിട്ടും പറഞ്ഞിട്ടുണ്ട്, വൃത്തികെട്ട രീതിയിൽ, മോശമായ രീതിയിൽ, വളരെ ഒരു സ്ത്രീയും കണ്ടാൽ വേദനിക്കുന്ന രീതിയിൽ ഈ ചെറുപ്പക്കാരനെ കൊണ്ട് ചെയ്യിച്ചതാണ് ഈ വിനേഷിനെയാണ് കസ്റ്റഡിയിൽ എടുക്കേണ്ടത്. ഞാൻ ആ ചെറുപ്പക്കാരനെതിരെ പോലീസ് സ്റ്റേഷനിൽ ഇപ്പോ പരാതി തയ്യാറാക്കിയിട്ടുണ്ട്. പരാതി ഞങ്ങൾ പോലീസിന് മെയിലായിട്ട് അയച്ചിട്ടുണ്ട്. രേഖാമൂലം ഞാനിപ്പോ പോലീസിനെ കാണും. എന്ത് തോന്നിയ അതിന് കൊണ്ടുപിടിക്കാൻ കപ്പേരും. അതൊക്കെ കേട്ട് വിശ്വസിക്കാൻ നിന്നെ പോലത്തെ കുറെ പോഴന്മാരുണ്ടെന്നാണ് പറഞ്ഞത്.